അഹമ്മദാബാദിൽ നിന്നും മറ്റൊരു മലയാളി കൂടി നമുക്കൊപ്പം ചേരുന്നു, സുരേഷ് ബാബു. ശ്രീ സുരേഷ് ബാബു, താങ്കളൊക്കെ താമസിക്കുന്നതിന് സമീപത്ത് തന്നെയാണോ ഈ അപകടം നടന്നത്? ഇല്ല, ഞാൻ താമസിക്കുന്നത് മോട്ടേറ സ്റ്റേഡിയത്തിനടുത്ത. ഈ അപകടം നടന്നത് എയർപോർട്ടിന്റെ അടുത്ത് മേഘാനി നഗർ, മെഡിക്കൽ കോളേജിന്റെ അടുത്ത് മേഘാനി നഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് ആൾക്കാർ താമസിക്കുന്ന ബിൽഡിങ്ങിന്റെ മുകളിലാണ് വീണക്കണത്. പക്ഷെ അങ്ങോട്ട് ആരെയും കടത്തി വിടുന്നില്ല. ഇവിടെ വടം കെട്ടി പോലീസുകാരെ ആരെയും കടത്തി വിടുന്നില്ല. ഈ ഞങ്ങൾക്ക് ലഭ്യമായൊരു വിവരം, അവിടെ ഒരു മെഡിക്കൽ കോളേജിന്റെ മെസ്സിന് മുകളിലേക്കാണ് ഈ മെഡിക്കൽ കോളേജിന്റെ മുകളിലല്ല, അതിന് കുറച്ച് മുമ്പാണ് വീണക്കണത്. ഓക്കെ, മെഡിക്കൽ കോളേജിന്റെ ഒരു 300 മീറ്റർ മുന്നിലാണ് വീണത്. 300 മീറ്റർ മുന്നിലാണ് വീണക്കണത്. ഈ അപകടത്തിൽ നമ്മൾ ആ ലിസ്റ്റ്, പാസഞ്ചേഴ്സിന്റെ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ ഒരു മലയാളിയുടെ പേര് കാണാൻ കഴിഞ്ഞു, ഒരു ഗോപകുമാർ നായർ. അങ്ങനെ കൂടുതൽ മലയാളികൾ ഉണ്ടോ, അല്ലെങ്കിൽ ഈ സൂചിപ്പിച്ച വ്യക്തി ആരാണ്, അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാവുന്നുണ്ടോ അവിടെ? ഇല്ല സാറേ, ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. എൽദോ എന്നെ വിളിച്ച് വണ്ടി ഓടിക്കായിരുന്നു. ആണല്ലേ? ഞാൻ ജസ്റ്റ് ഇങ്ങ് വന്നിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഇത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ട്, മെഡിക്കൽ കോളേജിൽ പോകുന്നുണ്ട്. യെസ്, ഞങ്ങൾ അല്പം കൂടെ കഴിയും ബന്ധപ്പെടാം. എന്തായാലും അവിടുത്തെ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാവുന്നു നമുക്ക് നോക്കാം. കാരണം നമ്മൾ എല്ലാവർക്കും ആശങ്കയുണ്ട് ആരൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഒരു പുതിയ വിവരം കൂടി സുരേഷ് ബാബു പങ്കുവയ്ക്കാം. 130 മരണസംഖ്യ ഉയർന്നു കഴിഞ്ഞു. നമ്മൾ ഞെട്ടിച്ചതിലും വലിയ കണക്കാണ്. കാരണം എന്താണെന്നറിയാമോ, ഈ എയർപോർട്ടിൽ നിന്ന് നിങ്ങൾ ഒന്ന് പോയിട്ടില്ലേ? കാരണം ലാസ്റ്റ് വേൾഡ് കപ്പിന് എൽദോ ഒക്കെ വന്നിരുന്നു. അപ്പൊ അന്ന് ഞാൻ ഇന്റർവ്യൂ ബൈറ്റ് എടുത്തിരുന്നുണ്ട് ക്രിക്കറ്റ് വേൾഡ് കപ്പിന്. ഇത് അവിടെ നിന്ന് 10 കിലോമീറ്റർ ഉണ്ട്. ഹലോ, കേൾക്കുന്നുണ്ട്. ശരി സുരേഷ് ബാബു, എന്തായാലും അദ്ദേഹം ആ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. എന്തായാലും അദ്ദേഹത്തെ നമുക്ക് വീണ്ടും ബന്ധപ്പെടാം. പുതിയ വിവരങ്ങൾ അദ്ദേഹം അവിടേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹം വിവരങ്ങൾ നമ്മളെ അറിയിക്കുമെന്ന് കരുതാം. മലയാളികൾ കൂടുതൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ? ഒരു മലയാളി ഈ പാസഞ്ചേഴ്സ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഒരു വ്യക്തത ഉണ്ടാകുമെന്ന് നമുക്ക് ഉടൻ തന്നെ കരുതാം. പാസഞ്ചേഴ്സ് ലിസ്റ്റ് നമുക്ക് കൂടുതൽ പരിശോധിക്കാം. 130 മരണസംഖ്യ ഉയരുന്നു എന്ന ഞെട്ടിക്കുന്ന കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. രാകേഷ്, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ മരണസംഖ്യ ഉയരുകയാണ്. ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. ആ അപകടത്തിന്റെ വ്യാപ്തി അത്ര വലുതായിരുന്നു അല്ലേ? മരണസംഖ്യ 130 ഉയർന്നു. എന്തായാലും അപകടം, അഹമ്മദാബാദിലെ വിമാനാപകടം വലിയ തരത്തിലുള്ള ആഘാതമാണ് സംഭവിക്കുന്നത്. വിമാന ദുരന്തത്തിൽ മരണം 130 കവിയുന്നു എന്നതാണ്. 242 പേർ വിമാനത്തിലുണ്ടായിരുന്നു. വിമാനം വന്നു വീണത് ഒരു കെട്ടിടത്തിന് മുകളിൽ. അവിടെ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ വളരെ വലുതാണ്. ഇതിനു പുറമെ 130 മരണസംഖ്യ ഉയർന്നു എന്ന കാര്യം കൂടിയാണ്. എയർ ഇന്ത്യ വിമാനത്തിൽ 242 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. മരണസംഖ്യ 130 ഉയർന്നു എന്ന ഞെട്ടിക്കുന്ന കാര്യമാണ്. കാരണം ആ അപകടത്തിന്റെ വ്യാപ്തി അത്ര വലുതാണ്. നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതുപോലെ വിമാനം വന്നു വീണപ്പോൾ വലിയൊരു സ്ഫോടനമാണ് ഉണ്ടായത്. ഒരു തീഗോളമായി മാറുകയാണ് ഉണ്ടായത്. ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന്റെ ദൃശ്യങ്ങൾ തന്നെ കത്തിക്കരിഞ്ഞ ഭാഗങ്ങൾ, ശരീരഭാഗങ്ങൾ പോലും ആ ദൃശ്യങ്ങളിൽ ചിലയിടത്താണ്. പ്രേക്ഷകരിലേക്ക് ഒരുപക്ഷെ നമുക്ക് നേരിട്ടത് എത്തിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ടാണ് കഴിയാത്തത്. എന്തായാലും ആ ദൃശ്യങ്ങൾ അത്ര അധികം ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രദേശത്ത് ഉണ്ടാകുന്നത്. രാകേഷ്, മരണസംഖ്യ 130 ഉയർന്നു. സജിത്ത്, മരണസംഖ്യ ഉയരുകയാണ്. 133 പേർ മരിച്ചു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ഈ വിമാനത്തിൽ നിന്ന് അപകടത്തിൽപ്പെട്ടവരെ കൂടുതലായി എത്തിച്ചിട്ടുള്ള ആശുപത്രി അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയാണ്. സിവിൽ ആശുപത്രി തന്നെയാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതായത് 133 പേർ മരിച്ചു എന്ന് സിവിൽ ആശുപത്രി അധികൃതരാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അത്തരത്തിൽ നമ്മൾ ആശങ്കപ്പെട്ടതുപോലെ, ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ അപകടത്തിന്റെ വ്യാപ്തി വളരെ വലുതാണ്. 133 പേർ മരിച്ചു എന്നാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഏതായാലും നിരവധി പേർ ചികിത്സയിലുണ്ട്. പലരുടെയും പരിക്ക് ഗുരുതരമായി പൊള്ളലേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ
ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ തന്നെയാണ് അഹമ്മദാബാദിൽ നിന്ന് പുറത്തു വരുന്നത്. മാത്രവുമല്ല, ഈ അപകടത്തെ സംബന്ധിച്ച് അപകടം നടന്നത് അല്ലെങ്കിൽ ഈ വിമാനം ഇടിച്ചു കയറിയത് അവിടെയുള്ള ഒരു മെഡിക്കൽ കോളേജിന്റെ മെസ്സിലായിരുന്നു. BGM മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലും മെസ്സും ഉൾപ്പെടുന്ന പ്രദേശത്തായിരുന്നു. അവിടെ ഈ അപകടം നടന്ന സ്ഥലത്തിന്റെ അല്ലെങ്കിൽ ആ കെട്ടിടത്തിന്റെ ഒക്കെ തന്നെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പലരും വിദ്യാർത്ഥികളൊക്കെ തന്നെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചതിന്റെ ഭക്ഷണ അവശിഷ്ടങ്ങളൊക്കെ തന്നെ കാണാം, പ്ലേറ്റുകൾ കാണാം. അപ്പോൾ അവിടെയും ആളുകളുണ്ട്. അവിടെയും അത്തരത്തിൽ ഒരുപക്ഷെ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടാകാം. അത്തരത്തിൽ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഏതായാലും സിവിൽ ആശുപത്രി അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് 133 പേർ മരിച്ചു, 133 മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ആശുപത്രി അധികൃതർ. ഏതായാലും പരമാവധി പേരെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് ഇനി ചികിത്സ ഉറപ്പാക്കുക എന്ന ദൗത്യമാണ് രക്ഷാപ്രവർത്തകർക്ക്, ഡോക്ടർമാർക്ക് മുന്നിലുള്ളത്. പക്ഷേ വലിയ തീഗോളമായി മാറിയത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ വലിയ തോതിൽ ആളുകൾക്ക് പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പരമാവധി എത്രയും വേഗം വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. അതിന് സർക്കാരിൻ്റെ ഏകോപനത്തോടുകൂടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ രക്ഷാദൗത്യത്തിനും ഒപ്പം തന്നെ അതിനുശേഷമുള്ള ചികിത്സയ്ക്കൊക്കെ തന്നെ നേതൃത്വം നൽകുകയും ചെയ്യുന്നത്. ഏതായാലും എയർ ഇന്ത്യ തന്നെ ഇക്കാര്യത്തിൽ ആരൊക്കെ വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ 169 പേർ ഇന്ത്യക്കാരാണ്, 53 പേർ ബ്രിട്ടീഷ് പൗരന്മാർ, 7 പോർച്ചുഗീസുകാർ, ഒപ്പം തന്നെ ഒരാൾ കനേഡിയൻ പൗരൻ. ഇതാണ് എയർ ഇന്ത്യ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ഏതായാലും ഈ അപകടത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അത് വ്യോമയാന മന്ത്രാലയം തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ ജനറൽ ഓഫ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ AAIB അവരാണ് അന്വേഷണം നടത്തുന്നതെന്നാണ് വ്യോമയാന മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. ഏതായാലും പ്രാഥമികമായി ഇപ്പോഴുള്ള വിലയിരുത്തൽ വിമാനത്തിന്റെ ഇഞ്ചൻ തകരാറാകാം, അത്തരത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടതാകാം എന്ന കാരണമാണ് ഇപ്പോൾ ഏതായാലും DGCA ഒക്കെ തന്നെ അറിയിച്ചിരിക്കുന്നത്. DGCAയുടെ പ്രതികരണവും ഔദ്യോഗികമായി തന്നെ വന്നിട്ടുണ്ട്. DGCA വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം 1:38 ഈ വിമാനം പറന്നു വരുന്നത്. 1 മിനിറ്റിനകം തന്നെ മെയ്ഡേ കോൾ, പ്രത്യേകിച്ച് അപായ സൂചന സംബന്ധിച്ച കോള് ലഭിച്ചു. അതിനുശേഷം ഈ വിമാനവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. പിന്നീട് വിമാനത്താവളത്തിന്റെ തൊട്ടടുത്ത് ഇത് അപകടത്തിൽപ്പെട്ടു എന്നാണ്. അക്കാര്യം ശരിവെക്കുന്ന തരത്തിൽ തന്നെയുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെയാണ് പുറത്തു വരുന്നത്. അതായത് ഈ വിമാനം ഒരു കെട്ടിടത്തിൽ ഇടിച്ചു നിൽക്കുന്നതായി നമുക്ക് കാണാം, ഇടിച്ചു കയറിയതായി നമുക്ക് കാണാം. അത് ഇത്തരത്തിൽ BGM മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലും മെസ്സും ഉൾപ്പെടുന്ന പ്രദേശത്താണ്. അവിടെ വിദ്യാർത്ഥികൾ ഈ സമയം ഉണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണാവശിഷ്ടങ്ങളും ഒപ്പം തന്നെ പ്ലേറ്റുകളും ഒക്കെ ഉള്ള ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ അപകടത്തിന്റെ വ്യാപ്തി ഓരോ മിനിറ്റിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സജിത്ത്, അപകടത്തിന്റെ വ്യാപ്തി വലുതാകുന്നു എന്നതാണ് സാഹചര്യം. ഈ അപകടം 242 ഫ്ലൈറ്റിലുണ്ടായിരുന്ന യാത്രക്കാർ മാത്രമല്ല, ആ ബസ്സിലുണ്ടായിരുന്ന മെഡിക്കൽ സ്റ്റുഡൻസ് അടക്കം നിരവധി പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് വന്നിരിക്കുന്ന രീതിയിലാണ് ഫ്ലൈറ്റ് ഉള്ളത്. അതായത് അവിടെയുള്ള കെട്ടിടത്തിന് മുകളിലേക്ക് വന്ന് ഫ്ലൈറ്റ് തകർന്നു വീഴുകയാണ് ചെയ്തത്. അത് വലിയ സ്ഫോടനത്തിന് ഇടവച്ചു. ആ സ്ഫോടനം തന്നെ ആ പ്രദേശത്തുണ്ടായിരുന്നവരിൽ തന്നെ അത് ബാധിക്കുന്ന സാഹചര്യം വന്നു. അങ്ങനെ വലിയ നാശനഷ്ടമാണ്. 133 എന്ന ഒരു കണക്കാണ് നമുക്ക് മുന്നിൽ ഇപ്പോഴുള്ളത് മരണസംഖ്യ സംബന്ധിച്ച്. പക്ഷേ അതിലും വലുതാവാനാണ് സാധ്യത. 2 NDRF ടീം ഓൾറെഡി ഇപ്പോൾ ആ സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. 4 പേര് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ